ആദരണീയരായ ഉസ്താദുമാരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുവാനാണല്ലോ നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കൂട്ടുകാരെ, മുത്തുനബി കേവലം ഒരു മതനേതാവ് മാത്രമാണോ? അല്ലേ അല്ല. മുത്തുനബിയുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ നമുക്കാവില്ല. ലോകം കണ്ട നന്മയുടെ വാക്താക്കളിൽ വെച്ച് നമുക്ക് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാവുന്ന വ്യക്തിത്വമാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ജീവിത വഴികളിൽ ഇടറി വീഴാതെ മുന്നോട്ട് ഗമിക്കാനുള്ള നന്മയുടെ എല്ലാ വഴികളും തുറന്നുതന്ന മാർഗദർശിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അമേരിക്കൻ ചരിത്രകാരനും ചിന്തകനുമായ മൈക്ക് എച്ച് ഹാർട്ട് വിശ്വവിഖ്യാതമായ ദ 100 എന്ന പുസ്തകത്തിൽ ലോക ചരിത്രത്തിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 വ്യക്തികളുടെ റാങ്ക് തയ്യാറാക്കിയപ്പോൾ അദ്ദേഹം ഒന്നാമതായി പരിചയപ്പെടുത്തിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. സൗന്ദര്യത്തിൻ്റെ പേരിലായാലും ബുദ്ധിയുടെ പേരിലായാലും അറിവിൻ്റെ പേരിലായാലും ധൈര്യത്തിൻ്റെ പേരിലായാലും ഏത് വിധേന നാം പരിശോധിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപാരമായ മികവിനെ കവച്ചുവെക്കാൻ ലോകത്തെ ഇന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നത് ചരിത്രം പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ചൂഷണത്തിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും ലഹരിയുടെയും അക്രമത്തിൻ്റെയും വഴികളെല്ലാം കൊട്ടിയടച്ച വിപ്ലവകാരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവസാന സമയത്തും ഈ സമുദായത്തെ ഓർത്ത് നെഞ്ചുപിടച്ച നേതാവാണ് തിരുനബി എന്ന് നാം മറന്നുപോകരുത്. ആ സ്നേഹത്തിന് മുന്നിൽ നാം തോറ്റുപോകും. അതുകൊണ്ടാണ് ലോകം എന്നും ആ നേതാവിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത്. നാം അത് ചെയ്യുമ്പോൾ നമ്മളും ഭാഗ്യവാൻ ആയിത്തീരുന്നു. തിരുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ വിധി നൽകണേ നാഥ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.